ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. നമ്മൾ 30-30 ചാലഞ്ചിലെ ഡേ 14ലാണ് നമ്മൾ ഇന്നുള്ളത്. നമുക്ക് ഇന്നത്തെ അതായത് ഡേ 14ലെ GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, GK ക്വസ്റ്റ്യൻസ് ഡേ 14. ഇന്നും നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 3 days ആയിട്ട്, ഇതിപ്പോൾ 4th ഡേ ആണ്. 3 days ആയിട്ട് നമ്മൾ ഏതായിരുന്നു ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ടുള്ള ടോപ്പിക്കിലായിരുന്നു ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഡേ 11 തൊട്ട് തുടങ്ങിയതാണ് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇന്നും നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള 30 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നുള്ളത്. ഓക്കെ, ഡേ 11 തൊട്ടിട്ടാണെങ്കിൽ നമുക്ക് ഫുള്ള് നമ്മൾ ചെയ്തത് ഇന്ത്യൻ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള 30 GK ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി തന്നെയാണ് നമ്മുടെ ഇന്നത്തെയും ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേ 14ലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ബെല്ലൈക്കണും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുമായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്തെടുക്കാൻ നോക്കുക. കാരണം GK ക്വസ്റ്റ്യൻസ് അത് ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി അവർക്കും കൂടെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്തെടുക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേ 14ലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം, ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയായിരുന്നു? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയായിരുന്നു? എവിടെയായിരുന്നു ഉപ്പു സത്യാഗ്രഹം നടന്നത് എന്നാണ് ചോദ്യം. എവിടെയായിരുന്നു? ദണ്ഡി കടപ്പുറം, ഗുജറാത്ത്. ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ജനറലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അറിയുന്നുണ്ടായിരിക്കും കുറേ പേർക്ക്, ചിലർക്കൊക്കെ അറിയാത്തതും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്താണ് ഉപ്പു സത്യാഗ്രഹം നടന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈഷ്ണവ് ജനതോ തേരെ കഹിയെ എന്ന ഗാനം എഴുതിയത് ആര്? വൈഷ്ണവ് ജനതോ തേനെ കഹിയെ എന്ന ഗാനം എഴുതിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? നരസിംഹ മേത്തയാണ് ഈ ഒരു ഗാനം എഴുതിയത്. വൈഷ്ണവ് ജനതോ തേനെ കഹിയെ എന്നുള്ള ഗാനം എഴുതിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? നരസിംഹ മേത്തയാണ് ഈ ഒരു ഗാനം എഴുതിയത്. തേർഡ് ക്വസ്റ്റ്യൻ, റൗലറ്റ് ആക്ട് പാസ്സാക്കിയ വർഷം. റൗലറ്റ് ആക്ട് പാസ്സാക്കിയ വർഷം എന്നാണ്? 1919ലാണ് റൗലറ്റ് ആക്ട് പാസ്സാക്കിയത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, നേതാജി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആര്? നേതാജി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഗാന്ധിജിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് വൺ, ഗാന്ധിജിയുടെ മരണത്തെ രണ്ടാമത്തെ ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് വിശേഷിപ്പിച്ചത് ആര്? അതായത് ഗാന്ധിജിയുടെ മരണത്തെ ആരാണ് രണ്ടാമത്തെ ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് വിശേഷിപ്പിച്ചത് എന്നാണ് ചോദ്യം. ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ മരണത്തെ? പേൾ എസ് ബക്ക് ആണ് ഗാന്ധിജിയുടെ മരണത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? രണ്ടാമത്തെ ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? പേൾ എസ് ബക്ക് ആണ് ഗാന്ധിജിയുടെ മരണത്തെ രണ്ടാമത്തെ ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ആര്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? റാണി ലക്ഷ്മിബായി ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഝാൻസിയിൽ നേതൃത്വം നൽകിയത്. ഓക്കെ, ഇതിൽ ഈ ഒരു എൻ ഇല്ല കേട്ടോ. സെവൻത്ത് ക്വസ്റ്റ്യൻ, ആരുടെ കാലത്താണ് ഇന്ത്യയിൽ സെൻസസ് തുടങ്ങിയത്? ആരുടെ കാലത്താണ് ഇന്ത്യയിൽ സെൻസസ് തുടങ്ങിയത്? ആരുടെ കാലത്താണ്? റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ്
ഇന്ത്യയിൽ സെൻസസ് തുടങ്ങിയത്? ഓക്കെ, ആരുടെ കാലത്താണ് ഇന്ത്യയിൽ സെൻസസ് തുടങ്ങിയത് എന്നാണ് ചോദ്യം. ആരുടെ കാലത്താണ്? റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ് ഇന്ത്യയിൽ സെൻസസ് തുടങ്ങിയത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷുകാരൻ. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷുകാരൻ ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ബെഞ്ചമിൻ ഡിസോളിയാണ് 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷുകാരൻ. ഓക്കെ, 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷുകാരൻ ആരായിരുന്നു? ബെഞ്ചമിൻ ഡിസ്ലിയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9th വൺ, ചൗരി ചൗര സംഭവത്തെ നേതൃത്വത്തിൻ്റെ ദൗർബല്യം എന്ന് വിശേഷിപ്പിച്ചതാര്? എന്തായിരുന്നു? ചൗരി ചൗര സംഭവത്തെ നേതൃത്വത്തിൻ്റെ ദൗർബല്യം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ആരാണ് ചൗരി ചൗര സംഭവത്തെ നേതൃത്വത്തിൻ്റെ ദൗർബല്യം എന്ന് വിശേഷിപ്പിച്ചത് എന്നാണ് ചോദ്യം. ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 10th ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ആരാണ്? മഹാദേവ് ദേശായി ആണ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ഓക്കെ, ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? മഹാദേവ് ദേശായി ആണ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിക്കൊപ്പം ഉപ്പ് സത്യാഗ്രഹം പ്രസ്ഥാനത്തെ നയിച്ചതാര്? ഗാന്ധിജിക്കൊപ്പം ഉപ്പ് സത്യാഗ്രഹ പ്രസ്ഥാനത്തെ നയിച്ചതാര്? ആരാണ് ഗാന്ധിജിക്കൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തെ നയിച്ചത്? സരോജിനി നായിഡു ആണ് ഗാന്ധിജിക്കൊപ്പം ഉപ്പ് സത്യാഗ്രഹ പ്രസ്ഥാനത്തെ നയിച്ചത്. ഓക്കെ, 12th ക്വസ്റ്റ്യൻ, ഇന്ത്യക്കാർക്ക് എന്ന ആഹ്വാനം ആദ്യം മുഴക്കിയതാര്? ഇന്ത്യക്കാർക്ക് എന്ന ആഹ്വാനം ആദ്യം മുഴക്കിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യക്കാർക്ക് എന്ന് ആഹ്വാനം ആദ്യം മുഴക്കിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിൽ എത്തിച്ചേർന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യം കച്ചവടം ചെയ്ത സാധനങ്ങൾ എന്തെല്ലാം? ഇന്ത്യയിൽ എത്തിച്ചേർന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യം കച്ചവടം ചെയ്ത സാധനങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് ചോദ്യം. എന്തെല്ലാം സാധനങ്ങളായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യം കച്ചവടം തുടങ്ങിയത്? ഏലം, കുരുമുളക്, കൊപ്ര. ഈ സാധനങ്ങളാണ് ഇന്ത്യയിൽ എത്തിച്ചേർന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യം കച്ചവടം ചെയ്തു തുടങ്ങിയത്. ഓക്കെ, 14th ക്വസ്റ്റ്യൻ, ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായ ബ്രിട്ടീഷ് പോലീസുകാരനെ വധിച്ചത് ആര്? ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായ ബ്രിട്ടീഷ് പോലീസുകാരനെ വധിച്ചത് ആര്? ആരാണ് ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായ ബ്രിട്ടീഷുകാരനെ വധിച്ച വ്യക്തി? ഭഗത് സിംഗ് ആണ് ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായ ബ്രിട്ടീഷ് പോലീസുകാരനെ വധിച്ച വ്യക്തി. ഓക്കെ, 15th ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള ആദ്യ യുദ്ധം ഏതായിരുന്നു എന്നാണ് ചോദ്യം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള ആദ്യ യുദ്ധം ഏതായിരുന്നു? പ്ലാസി യുദ്ധമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള ആദ്യ യുദ്ധം. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ, 1948 ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറലായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരായിരുന്നു? 1948 ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ ആയി സത്യപ്രതിജ്ഞ ചെയ്തത് ആരായിരുന്നു? സത്യപ്രതിജ്ഞ ചെയ്തത് രാജഗോപാലാചാരി ആയിരുന്നു 1948 ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യനാണ്, സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ആരായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയ്? സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ആരായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയ് എന്നാണ് ചോദ്യം. ആരായിരുന്നു? എർവിൻ പ്രഭു ആയിരുന്നു സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ്. ഓക്കെ,
സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ആരായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയ് എന്നാണ് ചോദ്യം. ആരായിരുന്നു? എർവിൻ പ്രഭു ആയിരുന്നു വൈസ്രോയ്. 18th ക്വസ്റ്റ്യൻ. ദേശീയ പതാകയെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ഏത്? ദേശീയ പതാകയെ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ഏത്? എന്നായിരുന്നു ദേശീയ പതാക ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ചോദ്യം. എന്നായിരുന്നു? 1947 ജൂലൈ 22-നായിരുന്നു. 1947 ജൂലൈ 22-നാണ് ദേശീയ പതാകയെ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 19ാമത്തെ ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു? സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു? 563 നാട്ടുരാജ്യങ്ങളായിരുന്നു സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 20th ക്വസ്റ്റ്യൻ. ഏത് രാജ്യങ്ങളുടെ ഭരണത്തിനെതിരെ ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നത്? ഏത് രാജ്യങ്ങളുടെ ഭരണത്തിനെതിരെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നത്? ഏത് രാജ്യങ്ങൾക്കെതിരെയാ? ബ്രിട്ടൻ, ഫ്രാൻസ്, പോർച്ചുഗൽ. ഈ 3 രാജ്യങ്ങൾക്കെതിരെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 21st വൺ. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എന്ന്? ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എന്ന് എന്നാണ് ചോദ്യം. എന്നായിരുന്നു? 1857-ലാണ് ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. ഓക്കെ, 1857. 22ാമത്തെ ക്വസ്റ്റ്യൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എവിടെ നിന്നാണ് വ്യാപാരം തുടങ്ങിയത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി എവിടെ നിന്നാണ് വ്യാപാരം തുടങ്ങിയത്? എവിടെ നിന്നായിരുന്നു വ്യാപാരം തുടങ്ങിയത്? സൂറത്തിൽ നിന്നായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി വ്യാപാരം തുടങ്ങിയത്. എവിടെ നിന്നായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി വ്യാപാരം തുടങ്ങിയത്? സൂറത്തിൽ നിന്ന്. 23ാമത്തെ ക്വസ്റ്റ്യൻ. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 24th ക്വസ്റ്റ്യൻ. ഗാന്ധിജി ആത്മകഥ എഴുതിയത് എവിടെ വെച്ചാണ്? ഗാന്ധിജി ആത്മകഥ എഴുതിയത് എവിടെ വെച്ചാണ്? എവിടെ വെച്ചാണ് ഗാന്ധിജി ആത്മകഥ എഴുതിയത്? യർവാദ ജയിലിൽ വെച്ചാണ് ഗാന്ധിജി ആത്മകഥ എഴുതുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജി നികുതി നിഷേധ സമരം പരീക്ഷിച്ചത് എവിടെയാണ്? ഗാന്ധിജി നികുതി നിഷേധ സമരം പരീക്ഷിച്ചത് എവിടെയാണ്? എവിടെയായിരുന്നു? ഗുജറാത്തിലായിരുന്നു ഗാന്ധിജി നികുതി നിഷേധ സമരം പരീക്ഷിച്ചത്. എവിടെയായിരുന്നു? ഗുജറാത്തിൽ. 26th ക്വസ്റ്റ്യൻ. ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് മോത്തിലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് മോത്തിലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെയാണ് മോത്തിലാൽ നെഹ്റു ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആര്? ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരായിരുന്നു? വിനോബ ഭാവെ ആണ് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 28th വൺ. ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രീയ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ നിരോധനത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് മുഖർജി കമ്മീഷൻ നിയോഗിച്ചത്? ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ നിരോധനത്തെക്കുറിച്ചാണ് അന്വേഷിക്കാനാണ് മുഖർജി കമ്മീഷൻ നിയോഗിച്ചത്? ആരുടെയായിരുന്നു? സുഭാഷ് ചന്ദ്രബോസിൻ്റെ മുഖർജി കമ്മീഷൻ നിയോഗിച്ചത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ്. നിരോധന ആയിരിക്കില്ല കേട്ടോ, തിരോധാനായിരിക്കേ ആയിരിക്കും. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് മുഖർജി കമ്മീഷൻ നിയോഗിച്ചത്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് മുഖർജി കമ്മീഷൻ നിയോഗിച്ചത്. ഓക്കെ, 30th ക്വസ്റ്റ്യൻ. ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ആരുടെ സ്മരണയ്ക്കായി?
ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ആരുടെ സ്മരണയ്ക്കായിട്ടാണ് ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് എന്നാണ് ചോദ്യം. ആരുടെ സ്മരണയ്ക്കായിട്ടാണ്? ഒന്നാം ലോകമഹായുദ്ധത്തിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായി അല്ലേ? ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ടൈമിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ക്ലിയർ ആയല്ലോ? ചെറിയൊരു സ്പെല്ലിംഗ് എറർ പറ്റിയതാണ്. 30th ക്വസ്റ്റ്യൻ വരെ ക്ലിയർ ആയില്ലേ? ആരുടെ സ്മരണയ്ക്കായിട്ടാണ് ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 30th ക്വസ്റ്റ്യൻ വരെ ഇന്നത്തോടുകൂടി 30th ക്വസ്റ്റ്യനും ഇന്നത്തെയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, 4 days ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, 30 ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ആയിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കൂ. കാരണം ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ എല്ലാ എക്സാംസിനും എല്ലാവർക്കും ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ നമുക്ക് ഇനി നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.